ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ അഖിലിന്റെ വീട്ടിലാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് ആക്ച്വലി എൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ റൂമിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലഞ്ച് കഴിച്ചു കൊടുത്തത് ഇങ്ങനെ പറയാറ്, അമ്മ എനിക്ക് സ്റ്റുഡിയോ റൂമിൽ ഇപ്പോൾ വീഡിയോ എടുക്കണം. അപ്പോൾ തന്നെ ഇഷാനി പറഞ്ഞു പറ്റത്തില്ല, ഞാനാണെന്ന് അവിടെ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു 20 മിനിറ്റ് എടുക്കുന്നത് പറ്റത്തില്ല. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതെ ഞാൻ വണ്ടി എടുത്ത് അഖിലിന്റെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞോ അഖിൽ ഫ്രീ ആണോ? പറഞ്ഞു സൺഡേ ആണ്, ഫ്രീ ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കൊരു 20 മിനിറ്റോളം ഒരു വീഡിയോ വേണം. എൻ്റെ വ്യൂവേഴ്സിന് Q&A കുറേ കാലം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം 2023 ഒരു Q&A പോയി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അഖിൽ പറഞ്ഞു വന്നാൽ മതി, ഞാൻ ഇവിടെ ഫ്രീ ആണ്, എടുത്തുതരാമെന്ന് പറഞ്ഞു. സോ ഞാനിങ്ങനെ ഓവറായിട്ട് വലിച്ചു നീട്ടി വീഡിയോ ഭയങ്കര ലാഗ് അടുപ്പിക്കത്തില്ല. കുറച്ചൊരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ Q&A കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് അഫ്കോഴ്സ് ബോറടിക്കും. ആൻഡ് ഇപ്പോൾ Q&A ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സിനിമ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു മാർവൽ സിനിമ തന്നെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ ജീവിതം വെച്ചിട്ട് ഒരു മാർവൽ സിനിമ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് കഥകളാണ് ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കുറേ കഥകളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞും ചോദിച്ചു ഞാൻ കേൾക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ആക്ച്വലി, ഒരു കഥ എഴുതാൻ കൊള്ളാം. കാരണം ഈ കഥ ഉണ്ടാക്കുന്നവർ ഭയങ്കര കിടിലമായിട്ടുള്ള കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. രാജമൗളിക്ക് അങ്ങനെ ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോകും അടുത്ത സിനിമ എടുക്കാൻ, അത്ര കിടിലം കഥ എടുക്കുന്നത്. എനിവേസ് നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ദിയ, ഹൗ ആർ യു ഡൂയിങ്? അത് ഞാൻ മനഃപൂർവ്വം എടുത്താണ്. ബിക്കോസ് ഐ വാണ്ടഡ് എവറിബഡി ടു നോ ദാറ്റ് ഐ എം ഓക്കെ, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒത്തിരി പേര് വന്നിട്ട് ദിയ ഹൗ ആർ യു, ലൈക്ക് അത് ഐ എം വെരി വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ സമയം കാണിക്കുന്ന ഇത്രയും പേരുണ്ടല്ലോ, ഒരു 2000-3000 പേരുടെ മെസ്സേജുകൾ എനിക്ക് കിട്ടി. ഐ എം വെരി 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 താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു. I wanted to let you all know I am perfectly fine. I am getting better. I am very very strong right now. Because ലൈഫിൽ ഫേസ് ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയി ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഓക്കെ, അടുത്തത് വെൻ ഇസ് യുവർ നെക്സ്റ്റ് ട്രിപ്പ്? ഞാൻ അവസാനമായിട്ട് പോയ ട്രിപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ബാംഗ്ലൂരിൽ എന്തോ പോയായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട്. അതല്ലാതെ അത് വലിയ ട്രിപ്പായിട്ട് പോയതൊന്നുമല്ല, വെറുതെ പോയതാണ്. എൻ്റെ ആൻറ്റിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട്. അല്ലാതെ നെക്സ്റ്റ് ട്രിപ്പ് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോവ പോകാമെന്നൊക്കെ പറഞ്ഞു. അതിങ്ങനെ എല്ലാ വർഷവും പറയും, വല്ലതും നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ പറയും ബർത്ത്ഡേ ആകുമ്പോൾ ഗോവ പോകാമെന്ന് പറയും. പക്ഷേ എല്ലാ സാധാരണ നമ്മൾ ഈ ഫ്രണ്ട്സ് ഗ്യാങ് പോലെ എടാ ഗോവ പോടാ എന്ന് പറഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് മിനിറ്റ് വരെ ഗോവ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ 3 കൊല്ലം പോയിട്ട് വരാം എന്നുള്ള അവസ്ഥയിൽ എത്തും. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എനിവേസ് അതായിരിക്കണം നെക്സ്റ്റ് ട്രിപ്പ്. പിന്നെ ഒത്തിരി പേര് വൈ നോ കുക്കിംഗ് വ്ളോഗ്സ് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെതായ കുറച്ച് പേഴ്സണൽ തിരക്കും കാര്യങ്ങളായിട്ട് നടന്നതുകൊണ്ട് കുക്കിംഗ് ചെയ്യാനൊരു മൂഡ് വന്നില്ല. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് അഞ്ജലിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നില്ല. കാരണം വിയർത്ത് കുളിച്ചാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എന്നെ കാണാൻ കൊള്ളത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്തത്. എനിവേസ് അടുത്ത ചോദ്യം, സിംഗിൾ ആണെന്ന് പറഞ്ഞ് കണ്ടു ഓൺ ഇൻസ്റ്റഗ്രാം, ഇസ് എവറിത്തിങ് ഓക്കെ എന്നൊരു ചോദ്യം കണ്ടു. എനിക്ക് ചോദിക്കാനുള്ള ഒരു മെയിൻ ചോദ്യം, സിംഗിൾ ആയിട്ടുള്ളവർ സന്തോഷമായിട്ട് ഇരിക്കാറില്ലേ? അതായത് എൻ്റെ ക്യാമറയുടെ ബാക്കിൽ ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് അവൻ സിംഗിൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പലരും കൂടെ തോന്നലുണ്ടോ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഒരാൾ സിംഗിൾ ആവുകയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അയ്യോ അയാളുടെ ജീവിതം അവസാനിച്ചു, അയ്യോ ഇനിയിപ്പോൾ അയാൾ എന്ത് ഡിപ്രസ്ഡ് ആയിരിക്കും. അത് എല്ലാവർക്കും ഓരോരോ റീസൺസ് ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഇപ്പം എനിക്കെന്നല്ല, അപ്പം സാധാരണ ആർക്കായാലും ഇഫ് ദർ ഇസ് എ ഫൈറ്റ് ഓർ ബ്രേക്കപ്പ് ഓർ അങ്ങനത്തെ എന്തൊരു നോർമൽ ഒരു കാര്യം വന്നാലും എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ടല്ലോ. ദാറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. അതൊരു നമ്മളൊരു ടീനേജറോ ഒരു സ്കൂൾ കുട്ടിയോ ആയിരിക്കുമ്പോഴായിരിക്കും ഒരു ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊരു എൻഡ് ഓഫ് ദ വേൾഡ്, ഇനി നമുക്ക് മുന്നോട്ടൊരു ജീവിതമില്ല എന്നൊക്കെ തോന്നും. പക്ഷേ എന്നെ പോലെ 25-30 വയസ്സടുപ്പിച്ച് ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു സർവ്വസാധാരണമായ വിഷയമാണ്. നമ്മൾ മൂവ് ഓൺ ആയി പോകണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ കരിയറുണ്ട്, നമ്മുടെ വീട്ടുകാരുടെ കാര്യമുണ്ട്, കൂട്ടുകാരുടെ കാര്യമുണ്ട്, അത് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അതിൽ അതൊക്കെ തന്നെ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമല്ലേ. ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് എവറിത്തിങ് ഇസ് ടോട്ടലി ഫൈൻ ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ബിസിനസ്സും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നോക്കി പോകുന്നു. ഐ എം വെരി വെരി ഹാപ്പി. താങ്ക് യു ഫോർ ആസ്കിങ്. ഓക്കെ, ഹൗ ഡു യു സ്റ്റേ സോ കാം ആൻഡ് ഹാപ്പി ആഫ്റ്റർ വാച്ചിങ് സോ മെനി നെഗറ്റീവ് വീഡിയോസ് റിഗാർഡിങ് യുവർ ലൈഫ്? ഓക്കെ, ഈ ഒരു ചോദ്യം ഇപ്പോഴത്തെ Q&Aയിൽ വരാൻ കാരണം എന്താണെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതും എനിക്കും അറിയാം. പക്ഷെ അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എനിക്കിപ്പോൾ ആരെയും പറ്റി ആരുടെയും പേര് ഇവിടെ പറഞ്ഞ ആരെയും കരിവാരി തേക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. ബട്ട് യാ, ഇതിപ്പോൾ ഞാൻ എന്താ പറയണ്ടേ, ഈ നെഗറ്റീവ് വീഡിയോസ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ വരുന്ന കാര്യമല്ല. ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴും എന്നെ പറ്റിയെന്നല്ല ഈ നാട്ടിലെ പല 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 പോപ്പുലർ ഫിഗേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സിനെ കുറിച്ച് നെഗറ്റീവ് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നവർ നമ്മുടെ തല ഉപയോഗിച്ച് മാത്രമേ അവർക്ക് ഒരു 100 വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 2000 വ്യൂ കിട്ടും.
അപ്പം ഞാൻ ഇത്രയും പണ്ട് ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് തോന്നുമായിരുന്നു, അയ്യോ എന്തിനാ ഇങ്ങനെ കരിവാരി തേക്കുന്നത്, വൈ ആർ ദേ ഡൂയിങ് ദിസ് ടു മീ, ഞാൻ അവർക്കൊന്നും ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് അണ്ടർസ്റ്റുഡ് ഇവർക്ക് വീട്ടിൽ ഒരുപാട് പോവർട്ടി ഉണ്ടായിരിക്കാം, ഭക്ഷണം കിട്ടുന്നില്ലായിരിക്കാം, ഒന്നും കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടി ജീവിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഞാൻ അവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കിയോ, ഒത്തിരി പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ അവർ എൻ്റെ തല ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറൊരു സെലിബ്രിറ്റിയുടെ തല ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കി ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ ഗർഭിണിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അതുവഴി പോയ ഒരാളെ തേച്ചു എന്ന് പറയുന്നു. പിന്നെ ഓരോ കഥകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് കാണാനും ടിപ്പിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഇച്ചിരി താല്പര്യം കൂടുതലാണ്. അത് ഇൻക്ലൂഡിങ് ഞാൻ പോലും ഇപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ കാര്യം നമ്മൾ എടുത്ത് നോക്കും. അത് നോർമലായിട്ടുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് പൈസ കിട്ടുവാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്നെ കാരണം അല്ലെങ്കിൽ എൻ്റെ തല ഉപയോഗിച്ച് 1000 രൂപയെങ്കിലും ഒരാൾക്ക് ഞാൻ ദാനം ചെയ്തു. അത് ആലോചിച്ചാണ് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. എന്നെ കാരണം അവർക്ക് ഒരാഴ്ചത്തെ ഭക്ഷണമായല്ലോ എന്ന് ഞാൻ വെരി വെരി ഹാപ്പി. എന്നെ കാരണം നിങ്ങൾക്കൊരു ഭക്ഷണം കിട്ടുന്നു 3 നേരത്തെ. ഐ എം വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷെ അതല്ലാതെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ്, ഞാൻ ജോക്സ് അപ്പാർട്ട്, ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ വളരെ കാണാറില്ല. അത് വേറൊരു കാര്യം. കാരണം എനിക്ക് ഇഷ്ടമല്ല. എന്നെപ്പറ്റി നല്ല ഒരു നെഗറ്റീവ് വീഡിയോ ഞാൻ കാണത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇല്ലാത്തതാണ് എന്നറിയാം. അപ്പോൾ വെറുതെ നമ്മുടെ ഒരു 5 മിനിറ്റ് ചിലവഴിച്ച് നെഗറ്റിവിറ്റിയോട് നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ കാണാറില്ല. ബട്ട് റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് ഒരാളുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, എടാ നീ ഒന്ന് കാണണം, ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തൊന്ന് കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടു. അത് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ആരാണ് എന്തൊന്നും ഞാൻ പറയുന്നില്ല, അത് എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ആ പറഞ്ഞ ആള് എൻ്റെ പേര് ഉപയോഗിച്ച് വ്യൂസ് ഉണ്ടാക്കിയതുപോലെ എനിക്ക് ഇന്ന ആളുടെ പേര് പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ തല മാത്രം മതി വ്യൂസ് കിട്ടാൻ. അപ്പോൾ എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതിനകത്ത് എല്ലാം ആ ഒരാൾ പറഞ്ഞത് കറക്റ്റാണ്. പല കാര്യങ്ങളും പറയുന്നത് കറക്റ്റ് തന്നെ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മളായിട്ട് വെക്കുന്നു. പക്ഷെ അത് ദിയയ്ക്ക് അത് പുറത്ത് കാണിക്കാനായിരുന്നു ഇഷ്ടം. ദിയ പുറത്ത് കാണിച്ചു. അതൊക്കെ നമ്മൾ സമ്മതിച്ചു. യെസ്, ഓരോരുത്തരുടെ ഫ്രീഡമാണ് എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആൻഡ് ഓൾസോ അതിനകത്ത് ഇങ്ങനെയും വന്നായിരുന്നു, പബ്ലിക്കായിട്ട് ഇങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഇതുപോലെ ആൾക്കാരെടുത്ത് വീഡിയോസ് ഉണ്ടാക്കുകയും എന്ത് സംഭവിച്ചു എന്ന് ആൾക്കാർ ചോദിക്കുകയും ചെയ്യും. അത് വളരെ നോർമലാണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. ബിക്കോസ് നമ്മൾ ഒരു പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഇച്ചിരി കൂടെ താല്പര്യം കാണും. സ്വന്തം വീട്ടിലെ ആള് ചത്തായില്ലെന്ന് പോലും അന്വേഷിക്കണ്ട, അപ്പുറത്തെ വീട്ടിലെ ആള് അവിടെ എന്തോ പ്രശ്നം, അത് നോർമലാണ്. അപ്പം അതുപോലെ ആൾക്കാർ അന്വേഷിച്ചു വരും, എന്ത് പറ്റി ഇത്രയും നാൾ ഇട്ടിരുന്ന ഒരാളുടെ കൂടെ ഫോട്ടോ, അല്ലെങ്കിൽ ഇത്രയും നാൾ ഇട്ട സാധനം, അല്ലെങ്കിൽ സംസാരിച്ച കാര്യം ഇതൊന്നും പറയുന്നില്ല ദിയ, എന്ത് പറ്റി എന്ന് ആൾക്കാർക്ക് ചോദിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ബട്ട് ഹാവിങ് സെഡ് ഓൾ ദിസ്, ഇതിനൊക്കെ ഞാൻ ആൻസറബിൾ ആണ് എന്ന് ആരും പറയാൻ പാടില്ല. ആരെന്ത് വന്ന് ചോദിച്ചാലും ദിയ പബ്ലിക്കാക്കി വെച്ച കാര്യം യുവർ ആൻസറബിൾ എന്ന് പറയാൻ പാടില്ല ഒരിക്കലും. എന്നാൽ പിന്നെ ഈ നാട്ടിലെ ഈ സെലിബ്രിറ്റീസ് അവരൊക്കെ ഡിവോഴ്സ് ആകുമ്പോൾ അവരൊക്കെ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ബെല്ലടിച്ച് പറയോ, നിങ്ങളെ അടിയുണ്ടായി അതാണ് നമ്മൾ ഡിവോഴ്സ് ആയത് എന്നാരും നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയാറില്ല. അതിനിവിടെ ആർക്കും സമയമില്ല, മനസ്സിലായില്ല. നമ്മൾ ഇതിപ്പോൾ എന്താ സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റി വന്ന് പറയുന്നത് എന്താണ്, ഓക്കെ നമ്മളിതാ ഇങ്ങനെ ഡിവോഴ്സ് ആയി, കാര്യം തീർന്നു എന്ന് പറയുന്നു. അത് അവരുടെ ഇതാണ്, പറഞ്ഞു പോയി. പിന്നെ നമ്മൾ ആർക്കും ഒരു റൈറ്റ് ഇല്ല. എന്തിനു ഡിവോഴ്സ് ആയ, ഇന്നലെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പം എന്തിനാ ആരും വിളിച്ചിട്ടായിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആവുന്നത് അല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ആവുന്നത്, നമ്മുടെ അടുത്തും കൂടെ അനുവാദം നിങ്ങൾ ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ അതെന്താ, എന്തിനാ അനുവാദം, ആരുടെ അനുവാദം എന്തിനാണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് അതിനകത്ത് കാണിക്കുന്നു, എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു കാര്യം. പക്ഷേ ചിലവർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ കാണുന്നതും അവരുടെ ജീവിതം പൊളിഞ്ഞ് തകർന്നു പോകുന്നതും, അല്ലെങ്കിൽ ഈ ഓൺലൈൻ ആങ്ങളമാരുണ്ടല്ലോ വന്ന് കിടന്ന് വലിയ ഓവർ കെയർ കാണിക്കുന്നത്, ഷോൾ ഇടായിരുന്നു, ബ്രാസ് ട്രാപ്പ് വെളിയിൽ കണ്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില ആങ്ങളമാരും ഉണ്ട്, ചില അമ്മച്ചിമാരും ഉണ്ട്. ചിലതിനെ ഞാൻ അടുത്ത് കണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്ന് ചൊറി കുത്തി മോരടിച്ചിരിക്കുമ്പോൾ വന്ന് പറഞ്ഞിട്ട് പോകും, എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നോർമൽ ഒരു ചൊറി ടെൻഡൻസിയാണ്. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഒരു ഏജിൽ വരുന്നു പോകുന്നതാണ്. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഓവർ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയി. സംഭവം ഇത്രയേ ഉള്ളൂ. ആ ഒരു വീഡിയോക്കകത്ത് ആ ഒരാൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ചെളിവാരി തേക്കാൻ അല്ലെങ്കിൽ കരിവാരി തേക്കാൻ ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ചില മൂവി ക്ലിപ്പിങ്സോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പറയുന്ന കാര്യങ്ങളോ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ്ലി സ്റ്റോറിയിൽ എന്ന് പറയുന്നുണ്ട്. ഒരു സിനിമയിലെ സീൻ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പറയുന്ന ഒരു കാര്യം കറക്റ്റ് ആണെന്ന് തോന്നുകയോ ചെയ്താൽ ഞാൻ അതിനെ സ്റ്റോറി ഇടും. അല്ലാതെ ഞാൻ ആരെ ടാർഗറ്റ് ചെയ്ത് ഇന്ന ആളുടെ പേര് അവിടെ മെൻഷൻ ചെയ്ത് ഞാൻ ഒന്നുമേ ഇട്ടിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനസികമായ പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം.
മനസ്സിലായില്ലേ? അത് മാത്രമല്ല, അത് അങ്ങ് ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾ പറയേണ്ടതാ ചിലപ്പോ ദിയ അയാളെ ഉദ്ദേശിച്ചായിരിക്കണം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. അയാളെ കൈവാരി തേക്കാൻ വേണ്ടി ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോണ്ടിരിക്കുന്നവർക്ക്, മനസ്സിലായില്ലേ? പിന്നെ എനിവേസ് ഇറ്റ്സ് ഓക്കെ. എനിക്ക് നിങ്ങളോടും ദേഷ്യമില്ല, എനിക്ക് ഇത് ആരോടും എനിക്ക് ഒരു ദേഷ്യമില്ല. കാരണം ഇവിടെ എൻ്റെ പരിചയത്തിലുള്ള ഒത്തിരി പേരുണ്ട്, ഒത്തിരി പൈസ കൊടുത്ത് ഒരു ബ്ലൂട്ടിക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ ഒരു മാതൃഭൂമിയിലോ മനോരമയിലോ എവിടെയെങ്കിലും ഒരു ന്യൂസ് എന്നെ പറ്റി ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചു പൈസ ചിലവാക്കുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് 10 പൈസ വേണ്ട, ചിലവാക്കണ്ട. വീട്ടിൽ കഴിച്ച് കുളിച്ച് എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് എന്നെപ്പറ്റി ആൾക്കാർ വീഡിയോസ് ഇടും. എനിക്ക് ഫ്രീ പബ്ലിസിറ്റിയാണ് എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. എൻ്റെ അക്കൗണ്ടിൽ 1 മില്യൺ ആയിരുന്നു 1 വീക്ക് റീച്ച് പൊക്കോടുന്നത്. ഇപ്പോൾ 3.5 മില്യൺ ആണ് എൻ്റെ അക്കൗണ്ടിൽ റീച്ച് കേട്ടോ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും താങ്ക് ചെയ്യാനുണ്ട്. എൻ്റെ വെൽ വിഷേഴ്സിനെ എനിക്ക് താങ്ക് ചെയ്യണമെന്നുണ്ട്. അതേ സെയിം ടൈം എന്നെപ്പറ്റി കള്ളക്കഥ ഉണ്ടാക്കി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെപ്പറ്റി പറയുന്നവരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം നിങ്ങളെല്ലാവരെയും കാരണമാണ് ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒരു സ്പോട്ട് ലൈറ്റിൽ വീണ്ടും വന്ന് നിൽക്കുന്നത്. ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു യു ഓൾ. സോ ലെറ്റ്സ് ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ലെസൺ യു ലേൺ ഇൻ 2022. ഞാൻ 2022 ലേൺ ചെയ്ത ബെസ്റ്റ് ലെസൺ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്ന എല്ലാവരും കളിക്കാനും ചിരിക്കാനും കോമഡിക്കും ഒക്കെ കൂടെ ഉണ്ടാവും. ദാറ്റ് ഇസ് ദെയർ. ബട്ട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എത്ര പേരാണ് നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ പറ്റി പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിന്നിട്ട് ഒന്നായിരിക്കും പറയുന്നത്, നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ വേറൊന്നായിരിക്കും പറയുന്നത്. അതെനിക്ക് കുഞ്ഞിലേ അറിയാമെന്നുള്ള കാര്യം. പക്ഷെ ഇത്രയും വിശ്വസിക്കാൻ കാരണം 2022 തന്നെയാണ്. ഒരുപാട് പേര് എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലെസൺ ദാറ്റ് ഐ ലേൺഡ് ഇൻ 2022. അതുകൊണ്ട് കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് ഞാൻ പഠിച്ചു. പിന്നെ 2023 റെസൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് ഒരാൾ. പ്രത്യേകിച്ച് വലിയ റെസൊല്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ, ഉള്ളത് പറയാലും. ഒന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കണം. ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും ബെറ്റർ ആക്കണം. ഞാൻ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അതിനെക്കാട്ടിയും മച്ച് മോർ മെച്യൂർഡ്, മച്ച് മോർ ബെറ്റർ, മച്ച് മോർ ഹാപ്പിയർ പേഴ്സൺ ആയിരിക്കണം ഈ വർഷം. അത്രേ എനിക്കുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ അടുത്തൊരു കിടിലൻ ചോദ്യം ഉണ്ട് കേട്ടോ. ബിഗ് ബോസിൽ ഈ വർഷം എങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത് കേട്ടാ. സംഭവം വെച്ച് കഴിഞ്ഞത് അഖിൽ വീഡിയോ എടുത്ത് അഖിൽ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് അടേ ശരിക്കും നീ ബിഗ് ബോസിലുണ്ടോ, ഞാൻ നിനക്ക് വോട്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഞാൻ പണ്ടും ഇതുപോലെ ബിഗ് ബോസിൽ വരുന്നു, ഇതേപോലെ ഒരു കോൺട്രവേഴ്സി എങ്ങാണ്ട് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊരാൾ ഇങ്ങനെ വീണ്ടും ഒരു ഇതുപോലെ വന്നത്. അതുപോലെ വീണ്ടും ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ എൻ്റെ തല വെച്ച് കഴിഞ്ഞാൽ ആ ബിഗ് ബോസിൽ ആരൊക്കെ വരുന്നു എന്നുള്ള ആ ഒരു വീഡിയോ കണ്ടന്റ് ഇടുന്ന ആൾക്ക് വ്യൂ കിട്ടും. സോ ഇറ്റ്സ് ഓക്കെ, യു കെൻ മേക്ക് മണി വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് മൈൻഡ്. ഐ ഡോണ്ട് കെയർ. ബിഗ് ബോസിൽ ഞാൻ വരുന്നില്ല കേട്ടോ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഐ എം നോട്ട് കമ്മിങ്, ഐ എം നോട്ട് ദെയർ. സോ അതിനകത്ത് എന്നെക്കാട്ടും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. നമ്മൾ ഈ പാവ ഇവിടെ എവിടെയെങ്കിലും കഞ്ഞിയും കുടിച്ചിരുന്നോളാം, നമുക്കൊന്നും പറ്റിയ സ്ഥലമല്ലാത്ത. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഇവിടെ കറങ്ങി ഇറങ്ങോട്ട് ചുമ്മാ ഭയങ്കര കണ്ണൊക്കെ പേരെടുക്കണം അവിടെ നിന്നിട്ട്. എനിവേസ് അത് ആനന്ദാണ്, അതുവഴി അങ്ങോട്ട് നടന്നത്. ഫൈൻ. എനിവേസ്, ഹാവ് യു ഹാഡ് എനി ഫ്രണ്ട്സ് ഹു ഹാവ് bitched about you or betrayed you behind your back എന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് എ വെരി ഫണ്ണി ക്വസ്റ്റ്യൻ. എനിക്ക് പണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ വിഷമം വരുമായിരുന്നു ഇങ്ങനത്തെ ചോദ്യം കാണുമ്പോൾ. ബട്ട് ഇറ്റ് ഈസ് എ ഫണ്ണി ക്വസ്റ്റ്യൻ ഫോർ മീ നൗ. ബിക്കോസ് എനിക്ക് സ്കൂളിലായാലും കോളേജിലായാലും എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത്രയും വലുതായ ലൈഫിലായാലും അങ്ങനത്തെ ഒരുപാട് പേര് എൻ്റെ ലൈഫിലുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അങ്ങനെ ഒരു 2-3 പേരെങ്കിലും കൂടെ നിന്നിട്ട്, ബാക്കി ഞാൻ പറയണില്ല. എനിവേസ്, അടുത്ത വീട്ടില് 4 കാർ ഇപ്പോൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാർ ഏതാണ്? ഒബ്വിയസ്ലി ഇന്നോവ. അതിപ്പോ ബാക്കി ഇരുന്ന് അഖിൽ പറഞ്ഞു ഇന്നോവ. അത് കാരണം എനിക്ക് അങ്ങനെ ബാക്കി കാറുകൾ കൊള്ളുകയെന്നല്ല, എല്ലാ കാറും കിട്ടില്ല കാറാണ്. ഇന്നോവയെക്കാട്ടും സൂപ്പർ കാറാണ് വീട്ടിൽ കിടക്കുന്നത്. ചവിട്ടി കഴിഞ്ഞാൽ റോക്കറ്റ് പോലെ പോവാം. അങ്ങനത്തെ ഒന്നിപ്പോ ഓട്ടോമാറ്റിക് വാങ്ങിച്ചു. അത് ഇഷാരി ഓട്ടിക്കുന്നുണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കിട്ടില്ല പവറാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞത്. കിയയുടെ ഐ തിങ്ക് സോണറ്റ് ആണെന്ന് തോന്നുന്നു. ഗുഡ്. ഞാൻ പക്ഷെ സോണറ്റും സെൽറ്റോസും ഇതുവരെ ഓടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എനിക്ക് ഓടിക്കാൻ പലപ്പോഴും സമ്മതിച്ചിട്ടില്ല, എന്നെ എടുക്കാൻ അനുവദിച്ചിട്ടില്ല. കാരണം അമ്മ വിശ്വസിക്കുന്നത് ഇന്നോവ ഓട്ടിക്കുന്ന ഒരാൾക്ക് കിയ ഓട്ടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, എടുക്കുക കിയ എടുത്തോണ്ട് പോകുന്നു. പക്ഷെ ഞാനത് എന്നെ ആദ്യമൊക്കെ അലോ ചെയ്തില്ല. പിന്നെ എനിക്ക് താല്പര്യമില്ലാതെയായി, ഞാൻ എടുക്കാതെയായി. എനിക്ക് അന്നും ഇന്നും എന്നും എൻ്റെ ഇന്നോവ തന്നെയാണ് എൻ്റെ ലൈഫ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു എമർജൻസി പേർപ്പസിന് ഐ ഓൾസോ ലൈക്ക് ഗ്രാൻഡ് ഐറ്റൺ. അത് ഞാൻ എടുക്കാറുണ്ട്. കുഞ്ഞു വണ്ടി ആയതുകൊണ്ട്
ഗ്യാപ്പ് അടിച്ച് എവിടെയും ധൃതി പോകണമെങ്കിൽ അത് എടുക്കാൻ പറ്റും. ഇന്നോവയിൽ ഗ്യാപ്പ് അടിക്കാൻ പറ്റില്ലെന്നല്ല, പക്ഷെ എന്നാലും ഞാൻ ഇന്നോവയിൽ ഗ്യാപ്പ് അടിച്ചത് ഇച്ചിരി കിഴപ്പായി പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡിൽ. അഖില് ബാക്കി ഇവിടെ എന്തൊക്കെ പറയുന്നത്, സോറി ഇതെന്റെ ഒരു നോർമൽ വേ ഓഫ് ടോക്കിംഗ് ആണ്, അതുകൊണ്ടാണ്. എനിവേസ് അത് വിടാം. അടുത്ത, വിച്ച് ഫോൺ ആർ യു കറന്റ്ലി യൂസിങ്? ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന അഖിലിന്റെ ഫോണാണ് കേട്ടോ. അത് കുറച്ചുകൂടെ കൂടിയ ഫോൺ ആയതുകൊണ്ട് ഞാൻ അത് മതി എന്ന് പറഞ്ഞായിരുന്നു. എന്റെ ഫോൺ ഏതായിരുന്നു? iPhone 13 Pro. ഇവന്റെ iPhone 13 Pro Max ആണ്. അത് കുറച്ചുകൂടെ ബെറ്റർ, ബിഗർ സ്ക്രീൻ ആയതുകൊണ്ട് ഐ ആസ്ക്ഡ് ടു ടേക്ക് ഇൻ ദാറ്റ്. എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന വിവോ V25 Pro. ദിസ് ഓൾസോ നൈസ്. ഇതിന്റെ ക്യാമറ ഞാൻ കാശ്മീരിൽ കുറെ കിട്ടില്ല ഫോട്ടോ എടുക്കാൻ ഇതാണ് ഉപയോഗിച്ചത്. ഇഫ് എനിബഡി ഈസ് ഹാവിംഗ് എ ഡൗട്ട് ഓൺ വിച്ച് ഫോൺ ടു ബൈ, യു ക്യാൻ ബൈ ദിസ്. ഇറ്റ്സ് എ ഗുഡ് ആൻഡ്രോയിഡ് ഫോൺ. ഓക്കെ, അടുത്ത, ഫേവറേറ്റ് സീ ഫുഡ്? കണവ. ഈ കണവ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. കണവ എനിക്ക് കറി ഇഷ്ടമാണ്, ഫ്രൈ ഇഷ്ടമാണ്, എൻ്റെ തോരനും ഇഷ്ടമാണ്. ബാക്കി ഇരുന്ന് ഒരുത്ത് അവന് ഭയങ്കര ഇഷ്ടമാണ് കണവ. അവന് ഞാൻ കോവളത്ത് പോകുമ്പോഴത്തേക്കും ജർമ്മൻ ബേക്ക് എന്നൊരു സ്ഥലത്ത് പോകാറുണ്ട്. ദേ ഹാവ് ദി സ്ക്വിഡ് മസാല. അതാണ് നമ്മുടെ ഫേവറേറ്റ് സാധനം. ഓക്കെ, അടുത്ത ഞാൻ കുറച്ച് ചോദ്യം കൂടെ ഉള്ളു കേട്ടോ. ഞാൻ കൂടുതലായിട്ട് ബോർ അടിപ്പിക്കുന്നില്ല. എനിക്കിനകത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളുടെ ചോദ്യമുണ്ട്. 4 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ എന്ത് പറ്റുള്ളൂ? ബാക്കിലോട്ട് ഇരിക്കാനാണോ? ഓക്കെ. 4 വീലറിന്റെ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ എന്ത് പറ്റി വ്ളോഗ് എടുക്കാത്തതെന്ന്. നല്ലൊരു ചോദ്യമായിരുന്നു അത്. എനിക്കത് വളരെ വിഷമവും ഉണ്ട് അത് എടുക്കാത്തതിൽ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ 4 വീലർ ലൈസൻസ് എടുത്തപ്പോൾ എനിക്ക് 18 വയസ്സേ ഉള്ളൂ. അന്ന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ പോലും ഇല്ല. അതാണ് യൂട്യൂബ് ചാനൽ പോലും എനിക്ക് ഇപ്പം ഈ ഇടയ്ക്കാണ് കിട്ടിയത്. സ്വന്തമായിട്ട് ഫോൺ പോലും എനിക്കില്ല. 2ാമത്തെ കാര്യം, അവിടെ ഒരു ഫോട്ടോ എടുത്തോണ്ട് നിന്നവരെ ജയിലിൽ വരെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും അവിടെ എടുക്കാൻ പറ്റില്ല. സ്പോട്ടിൽ തെറിയിട്ടും അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നി ചോദിച്ച ആളെ ഐ തിങ്ക് ഇതുവരെ ലൈസൻസ് എടുക്കാൻ ടെസ്റ്റിന് പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നില്ല. ഓക്കെ, എനിവേസ്, ലൈഫിൽ പാസ്റ്റിലേക്ക് പോയി എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യുമോ? അത് എന്റെ വായിൽ നിന്ന് എന്ത് ഉത്തരം കിട്ടാനാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. പക്ഷേ ലിറ്ററലി സ്പീക്കിംഗ് എനിക്കൊന്നും മാറ്റാൻ താല്പര്യമില്ല. കാരണം എന്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ കുറെ എന്നെ പണ്ട് തൊട്ടേ പരിചയമുള്ള ചിലവർ ഇപ്പൊ എന്നെ കാണുമ്പോൾ പറയുന്നത്, എടുത്താ പണ്ടത്തെ പോലെയല്ല, എനിക്കിപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ, കുറച്ചും കൂടെ ബോധം വെച്ച് താരം എൻ്റെ അടുത്ത് പറയാറുണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് ലൈഫ് എക്സ്പീരിയൻസസ് ദാറ്റ് ഐ ഹാഡ് ടു ഫേസ്. ഇതെല്ലാം ഫേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. സോ ഐ ഡോണ്ട് റിഗ്രറ്റ് എനിത്തിങ്. ഐ ഡോണ്ട് വോണ്ട് ടു ചേഞ്ച് എനിത്തിങ് ബിക്കോസ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ എം ദിസ് പേഴ്സൺ റൈറ്റ് നൗ. പിന്നെ എപ്പോഴെങ്കിലും ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി ഉണ്ട്. ഇപ്പോഴല്ല, ഇപ്പൊ വലുതായിട്ട് അങ്ങനെ ഫേസ് ചെയ്യാറില്ല. ബിക്കോസ് ഇപ്പൊ അങ്ങനെ പലതും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമന്റ് സെക്ഷനിലാണ് വന്ന് പറയുന്നവനെ കൊന്നു കളയുന്ന ഒരു കാലം ആയതുകൊണ്ട് ഐ എം വെരി മച്ച് ലക്കി. ബട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് മറ്റേ സാരി ഉടുത്തിക്കുന്ന പോട്ടിലൊക്കെ കോല് കമ്പിയിൽ മറ്റേ എന്തോ സാരി ചുരുട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ കോളേജിൽ ജീൻസ് ഇട്ട് പോകുമ്പോൾ ഒക്കെ ഒരുമാതിരി ഭയങ്കര ഓവർ തിന്നാണ് അത് ഇതൊക്കെ പറഞ്ഞ് എന്നെ ബോഡി ഷെയിം ചെയ്യാറുണ്ടായിരുന്നു കോളേജിലുള്ള ചിലവരും. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള കമന്റ് സെക്ഷൻ, അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഐ ഹാഡ് ടു ഫേസ്. ബട്ട് ദെൻ ഇപ്പം അങ്ങനെ വലുതായിട്ടില്ല. ഇപ്പം അങ്ങനെ വലുതായിട്ടില്ല. ഐ എം ഫൈൻ. പിന്നെ വലിയൊരു ഡ്രീം, എല്ലാവരെയും പോലെ കുറെ പൈസ ഉണ്ടാക്കുന്ന ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരെയൊക്കെ ഉള്ള പോലെ തന്നെ കുറെ കൂടെ പൈസയൊക്കെ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയ കൊള്ളാമെന്നുണ്ട്. എനിക്ക് എൻ്റെ ഓബയോസിക് ബിസിനസ് കുറച്ചും കൂടെ വലുതാക്കണം എന്ന് ഡ്രീമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് എ ബുട്ടീക്ക് ഓഫ് മൈ ഓൺ, ജ്വല്ലറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുട്ടീക്ക് പോലെ. അങ്ങനെയൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങൾ എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു കെഫേ ഓൺ ചെയ്യണം എന്ന് എനിക്കുണ്ട്. ഞാൻ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ചില റെസ്റ്റോ ബാസ് ഒക്കെ കാണുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മനസ്സിലായിരിക്കും ഇങ്ങനെ ഒരു സ്ഥലം ഓൺ ചെയ്താൽ വലിയ രസമായിരിക്കും അല്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഡ്രീമൊക്കെ എനിക്ക്, കുഞ്ഞല്ല അത്യാവശ്യം വലിയ 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 ഡ്രീം ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ട്രൂ ലവ്? ഐ എം സംബഡി ഹൂ ബിലീവ്സ് ഇൻ ഈ ഫെയറി ടെയിൽ ലവ് സ്റ്റോറി, ബോളിവുഡ് ലവ് സ്റ്റോറി. അതൊക്കെ നമ്മുടെ ഷാറൂഖ് ഖാന്റെ ടിപ്പിക്കൽ ലവ് സ്റ്റോറി. ഷാറൂഖ് ഖാൻ, കാജൽ കറങ്ങി തിരിഞ്ഞ് അവസാനം ഒരു ഹാപ്പി എൻഡിങ് വരുന്ന പോലത്തെ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ, ഇപ്പോഴും ആണ്. എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഒരു പ്രോബ്ലംസ് വന്നാലും ഇതൊക്കെ ബിലീവ് ചെയ്യുന്ന നിർത്തേണ്ട വന്നാലും ഐ ഡോണ്ട് തിങ്ക് ഐ സ്റ്റോപ്പ് ബിലീവിങ് ഇൻ ഇറ്റ് ബിക്കോസ് ഐ എം എ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് പേഴ്സൺ. എനിക്ക് ഇന്നും ഒരാളൊരു ഫ്ലവർ കൊണ്ട് തന്നിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ മെൽറ്റ് ആവും. അത്രേ ഉള്ളൂ എൻ്റെ ഹാർട്ട്, മനസ്സിലായില്ലേ? ഐ എം വെരി വെരി അങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഐ ലവ് തിങ്സ് റിലേറ്റഡ് ടു ട്രൂ ലവ് സ്റ്റോറീസ്, റൊമാൻറ്റിക് മൂവീസ്, ഇതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാട്ടോ ഞാൻ. ഓക്കെ, ഐ ലവ് ഓൾ യുവർ ഡ്രസ്സസ് ഫ്രം വേർ ഡു യു ബൈ ഇറ്റ് മോസ്റ്റ്ലി? ഒരുപാട് പേജിൽ നിന്ന് ഞാൻ മേടിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി സൈറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. മോസ്റ്റ്ലി ഐ ബൈ ഫ്യൂ ഫ്രം Urbanic ഇസ് ക്വൈറ്റ് നൈസ്, ലിറ്റിൽ എക്സ്പെൻസീവ് ബട്ട് ഇറ്റ്സ് നൈസ്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അയ്യോ ഇതൊക്കെ എന്തോ
വിച്ച് ഹെയർ കട്ട് ഇസ് യോഴ്സ് വെരി നൈസ്. അയ്യോ ഉള്ളത് പറയാലോ, എൻ്റെ ഈ മുടി ഞാൻ ഇനി ഇതിൽ കൂടുതൽ ദ്രോഹിക്കാൻ വേറൊന്നും ഇല്ല. ഞാൻ മുടി വെട്ടാൻ പോകുമ്പോഴൊക്കെ എടുത്ത് എല്ലാവരും ചോദിക്കും എന്തിനാ ഈ വെട്ടുന്നേ. പിന്നെ എന്തോ ഭാഗ്യത്തിന് പലർക്കും ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. ഇതൊന്നുമില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് കട്ടാണ്, ഒരേ ലെങ്തിലുള്ള സ്ട്രെയിറ്റ് കട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഡു യു ലൈക്ക് ടു ഗോ ഫോർ ഫർദർ സ്റ്റഡീസ്? നമ്മൾ ഏതെങ്കിലും ഒരു മോളിലോ ഫ്ലാറ്റിലോ കയറുമ്പോൾ പേരും നമ്പറും എഴുതാൻ പറയുമ്പോൾ തന്നെ പേന വെച്ച് കൈയൊക്കെ വിറയ്ക്കാറുണ്ട്. ഇപ്പം മറ്റേ ഇങ്ങനെ മറ്റേ ഈ കള്ളുകൂടിയന്മാർക്ക് ചില സമയത്ത് വിറക്കില്ല, അതുപോലെ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പേന പിടിക്കാതെ എനിക്ക് എഴുതാൻ പോലും വഴങ്ങുന്നില്ല മര്യാദയ്ക്ക്. അതുകൊണ്ട് ഒട്ടും താല്പര്യമില്ല ഫർദർ സ്റ്റഡീസ്. ഒന്നും തോന്നരുത്, താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്, പഠിക്കാൻ പറ്റില്ല. ഞാൻ പഠിക്കില്ല. ഞാൻ UK എവിടെയെങ്കിലൊക്കെ പോയി ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കും, പഠിപ്പൊന്നും നടക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് വെറുതെ ഒരു 20 ലക്ഷം മുടക്കി അങ്ങ് പോകാൻ വയ്യ. ആ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വല്ല ബിസിനസ്സും തുടങ്ങാമല്ലോ. സോ നോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, സോറി. ആർ യു എ ഗുഡ് ലിസണർ? ഞാൻ നല്ലൊരു ലിസണർ അല്ല. ഞാൻ നല്ല പോലെ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ ബോറടിക്കും. എനിക്ക് വേറൊരാളുടെ കഥ കേൾക്കണം എന്നുണ്ട് മനസ്സുകൊണ്ട്. പക്ഷെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പകുതി സമയം ഞാൻ സോൺ ഔട്ട് ആയിരിക്കും. അയാൾ വല്ലതും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിനകത്ത് വേറെ മറ്റേ രഞ്ജിതമേ മനസ്സ് ആ പാട്ടൊക്കെ പാടി ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഐ എം നോട്ട് എ വെരി ഗുഡ് ലിസണർ, ബട്ട് ഐ ലവ് പീപ്പിൾ ഹു ആർ ഗുഡ് ലിസണേഴ്സ്. കാരണം എനിക്ക് അവരെയാണ് ആവശ്യം. ബിക്കോസ് ഐ ടോക്ക് എ ലോട്ട്. ഞാൻ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ എനിക്ക് കേൾക്കുന്ന ഒരാൾ എൻ്റെ കൂടെ വേണം. സോ പിന്നെ OC, യു ആർ ഓൾവേസ് ചിൽ. ഹൗ ഡു യു മാനേജ് ഇറ്റ്? ഹോപ്പ് യു ഹാവ് മെനി മോർ ബ്ലെസ്സിങ്സ് ഇൻ ലൈഫ്. ഗുഡ് ഗോയിങ്. താങ്ക് യു. ചില്ല് എങ്ങനെ ആവുന്നതിന് എനിക്ക് വേറെ വഴിയില്ല. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. ഐ ഹാവ് ടു സ്റ്റേ ഹാപ്പി. എൻ്റെ ഒരു ബേസിക് നേച്ചർ ജോളി, ഹാപ്പി, ഗോ ലക്കി പോലത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെറുതിലെ തൊട്ടേ ഐ എം പ്രിറ്റി മച്ച് ലൈക്ക് ദിസ് ഓൺലി. പിന്നെ മേ ഐ നോ ദ റീസൺ ബിഹൈൻഡ് യുവർ ബ്യൂട്ടി? എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയും രണ്ടുപേരെ കാണാൻ കൊള്ളാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ ചെയ്യാവുന്ന എൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പോലും എൻ്റെ പൈസ ഇല്ല. ഓക്കെ. പിന്നെ മെമ്മറബിൾ മൊമെന്റ് ഇൻ യുവർ ലൈഫ് വിത്ത് യുവർ ഫാമിലി? ഇപ്പൊ റീസെന്റ് ഉള്ള ഗുഡ് മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീർ ട്രിപ്പ്. എൻ്റെ വീട്ടുകാരോടെ പോയ ട്രിപ്പ് വാസ് ജസ്റ്റ് ഓസം. കാരണം അമ്മയുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവര് സത്യം പറഞ്ഞാൽ അമ്മയുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഹസീൻ ആൻറ്റി, സുലു ആൻറ്റി. അവരെ അമ്മയുടെ ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും അവര് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പോലെ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര ചില്ല. അപ്പോൾ എനിക്ക് മറ്റേ എന്ത് വേണമെങ്കിലും അവർക്ക് ഓപ്പണായിട്ട് പറയാം. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ഞാൻ എന്ത് ചളു പറഞ്ഞാലും ചിരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ഹസ്ബൻഡ് സുലുവാനി വെച്ച് പിടിച്ച് 2 മിനിറ്റോളം അതിന് വേണ്ടി ചിരിച്ചു തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പ് വളരെ മെമ്മറബിൾ ആയിരുന്നു. എത്രയും പെട്ടെന്ന് അവരോട് വീണ്ടും എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നൊരു എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഓഫ്കോഴ്സ് പോയി കുറേ റീലൊക്കെ എടുക്കണം എന്ന് താല്പര്യമുണ്ട്. പിന്നെ OC, ഡിപ്രഷൻ ഓർ ഫെയിലിയർ ലൈഫിൽ വന്നാൽ എങ്ങനെ ഓവർകം ചെയ്യണം? ഉള്ളത് പറയാമല്ലോ. ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ല. ഞാനൊരു കൗൺസിലർ അല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല, ഒരു സൈക്കാട്രിസ്റ്റ് അല്ല. ഇതൊന്നും എനിക്കറിയത്തില്ല. ആൻഡ് ഓൾസോ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം പലർക്കും ഒരു തോട്ടുണ്ട്, ഒരുത്തൻ കളഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ പറ്റിക്കുകയോ നമ്മളെ അടിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ അത് അപ്പം സങ്കടപ്പെട്ട ഒരു ദിവസം ഇരിക്കും. അത് ഡിപ്രഷൻ ആണെന്നാണ് പലരുടെയും വിചാരം. ദാറ്റ് ഇസ് നോട്ട് ഡിപ്രഷൻ. ഡിപ്രഷൻ അങ്ങനെയല്ല. ഡിപ്രഷൻ ഇസ് ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് ഒരാളുടെ, മനസ്സിലായില്ലേ? അതൊരു രോഗം, അതൊരു അസുഖമാണ് വിച്ച് ഹാസ് ബി ട്രീറ്റഡ്. അല്ലാതെ വെറുതെ വീട്ടിൽ അച്ഛനമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞിടൂ, ഞാൻ 2 ദിവസം ഡിപ്രഷനിലായിരുന്നിടോ എന്നൊക്കെ ഒരു ഫാഷനിൽ ഇപ്പോൾ പറയും. ഓഫ്കോഴ്സ് നോട്ട്, അത് ഡിപ്രഷൻ അല്ല. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു സങ്കടം, ഒരു സൗന്ദര്യപ്പണക്കം, വിഷമം എന്തെങ്കിലും ആണെങ്കിൽ സ്റ്റോപ്പ് ടു യുവർ ഫ്രണ്ട്, യു വിൽ ബി ഫൈൻ. ഡിപ്രഷൻ എന്നുള്ള ടേം ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫ് ബ്ലാങ്ക് ആയിരിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഐ എം നോട്ട് എ ഡോക്ടർ. ഐ വിഷ് ടു ബി. പക്ഷെ അതിനുള്ള ബുദ്ധിയില്ല. ഞാൻ കോമേഴ്സ് മലയാളമായിരുന്നു. അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഞാൻ എന്നും ഒരു അറിയാതെ വായിക്കുന്നു കോമേഴ്സ് എന്നൊന്ന് പറഞ്ഞു പോയി. അതിനെന്നെ തൊലയ്ക്കാൻ ബാക്കിയൊന്നുമില്ല ഇവരൊക്കെ. ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ നിന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയല്ലോ ജീവിതം. എനിവേസ്, വാട്ട്സ് യുവർ ഹൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അഖിൽ, എൻ്റെ ഹൈറ്റ് എത്രയാണ്? 5'5". ഇല്ല, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ 5'5" തൊട്ട് താഴെ. പക്ഷെ ആര് ചോദിച്ചാലും ഞാൻ ഒരു ഗമയ്ക്ക് 5'5" എന്ന് പറയാറുണ്ട് കേട്ടോ. അഖിൽ എന്നെ കാട്ടി ടോളറാണ്. അപ്പൊ അഖിൽ 5'6". How tall are you? Yeah. 5'6". Like that. Yeah. Okay. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ആപ് ഹിന്ദി ലാംഗ്വേജ് മേ വീഡിയോ ക്യൂ നെയ് ബനാത്താ ഹെ ബിക്കോസ് ഐ ആം എ മഹാരാഷ്ട്രീയൻ. താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ഇത്രയും നല്ലപോലെ ഹിന്ദി സംസാരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ട്രൈ കർത്തി ഹൂ. അയ്യോ, എനിക്കും ചേച്ചിയെ പോലെ ക്യൂട്ടായിട്ട് ചിരിക്കണം. എന്താ വഴി? മേ ഐ നോ ദ രഹസ്യം? കോൾഗേറ്റ് ഓർ ക്ലോസപ്പ്? നല്ലൊരു ഡെന്റിസ്റ്റിനെ പോയി കാണുക.
കുറച്ച് പൈസ ചിലവാക്കിയാൽ വെപ്പ് പല്ല് വരെ അവർ വെച്ച് തരും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിരിച്ചോളൂ. കോൾഗേറ്റും ക്ലോസപ്പും ഒക്കെ ഇട്ട് ഉരച്ചിട്ടൊന്നും കാര്യമില്ല. എനിവേസ്, വാട്ട്സ് യുവർ ഡെയിലി മോട്ടിവേഷൻ ടു ലിവ്? മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് വെൻ ഐ വേക്ക് അപ്പ്, നമ്മൾ ചില ദിവസം വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ വല്ല ആക്സിഡൻസോ അതും ഇതൊക്കെ കണ്ടായിരിക്കും നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. വി ഡോണ്ട് ഈവൻ നോ ദാറ്റ് പേഴ്സൺ സർവൈവ്ഡ് ഓർ നോട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇത്രയേ ഉള്ളൂ, വേറൊരാൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഐ വാസ് ഏബിൾ ടു വേക്ക് അപ്പ് അനദർ ഡേ. എത്രയോ പേര് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട് ഹു ജസ്റ്റ് വെന്റ് ടു സ്ലീപ്പ് ആൻഡ് ഡിഡ്ന്റ് വേക്ക് അപ്പ് ടുമോറോ മോർണിംഗ്. ദി ജസ്റ്റ് പാസ്ഡ് അവേ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ട് വിച്ച് ഇസ് സോ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് സാഡ് ആൻഡ് ഹാർട്ട് ബ്രേക്കിംഗ്. അപ്പം ഞാൻ കിടക്കാൻ പോയിട്ട് ഒരു കുഴപ്പമില്ലാത്ത പോലെ വീണ്ടും രാവിലെ എണീച്ചു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. സോറി, ഞാൻ ഒരു നോട്ടിഫിക്കേഷന്റെ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, മോട്ടിവേഷൻ. എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ അതാണ് കേട്ടോ. ബിക്കോസ് നോട്ട് എവറിബഡി ഈസ് ലക്കി ടു വേക്ക് അപ്പ് ഇപ്പം അടുത്തൊരു ദിവസം ആൻഡ് സീ അനദർ ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ ദൈവം എനിക്ക് എന്തോ ഒരു കാരണത്തിനാണ് ആ ദിവസം തന്നേക്കുന്നത്. സോ ഐ എം ജസ്റ്റ് യൂട്ടിലൈസിങ് ഇറ്റ് ആസ് ഐ ക്യാൻ, ലൈക്ക് ഐ ക്യാൻ. ഹൂ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ വാസു ഉണ്ട്, അശ്വിനുണ്ട്, പിന്നെ അഞ്ജലി ഉണ്ട്, പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട് ദുർഗ. പുള്ളിക്കാരുടെ അടുത്ത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും ഞാൻ ഡെയിലി സംസാരിക്കാറുണ്ട് പുള്ളിക്കാരുടെ. സോ ഷീ നോസ് പ്രിറ്റി മച്ച് എവറിത്തിങ്. പിന്നെ ലക്ഷ്മിയുടെ അടുത്ത് ഞാൻ സംസാരിച്ച കുറേ കാലമായി കേട്ടോ. പിന്നെ ആര്യ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് എന്നും സംസാരിക്കുന്നതൊക്കെ ആണെങ്കിൽ അഖിലാണ്. അഖിലിനെ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും കാണാറുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി അഖിൽ. ഇഫ് സംബഡി ഈസ് ആസ്കിങ് ഫോർ ഓൺലി വൺ പേഴ്സൺ ദെൻ ഐ വിൽ സേ അഖിൽ. ബാക്കി എല്ലാവരും അത് കഴിഞ്ഞിട്ടെന്ന് പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ a trip in your wish list. എനിക്ക് ലാസ് വേഗസിൽ പോകണമെന്നുണ്ട് കേട്ടോ. അത് എപ്പോൾ നടക്കും എന്ന് അറിഞ്ഞൂടാ, പക്ഷെ പോകണമെന്നുണ്ട്. ഓക്കെ, ഹാവ് യു എവർ ഹേർട്ട് സമ്മൺ? ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇവനെ വരെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അഫ്കോഴ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ട് പേർപ്പസ്ഫുള്ളി ഒരാൾ ഹേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആയിരിക്കത്തില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ തെറ്റ് കാരണം വേറൊരാൾ ഹേർട്ട് ആകും. ഇറ്റ്സ് നോർമൽ. അതിന് നമ്മൾ സോറി പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീരെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അത് ഈ മനസ്സിനകത്ത് ഗ്രഡ്ജ് വെച്ചിരിക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. ഓക്കെ, ഹൗ ഡു യു ഹാൻഡിൽ യുവർ ബാഡ് ആൻഡ് വേഴ്സ് സിറ്റുവേഷൻ? ചിരിച്ചങ്ങ് വിടും. ചിരിച്ച് ഞാനങ്ങ് വിടും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. ഓക്കെ, വൺ ഡേ യു വേക്ക് അപ്പ് ആൻഡ് റിയലൈസ് ദാറ്റ് ഇറ്റ്സ് 2036. വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് ഗൂഗിൾ സെർച്ച്? ഒന്നാമത്തെ കാര്യം, ഞാൻ പെട്ടെന്ന് എണീക്കുമ്പോൾ 2036 എങ്ങാനും ആണെങ്കിൽ ഫോൺ എടുത്ത് ഗൂഗിൾ ചെക്ക് ചെയ്യാനായിരിക്കത്തില്ല ഞാൻ ആദ്യം നോക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ടോ എന്ന് ആദ്യം പോയി അന്വേഷിക്കും. അതായിരിക്കും ഞാൻ ആദ്യം ചെയ്യുന്നത്. അവരെല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ചെറിയ റിലാക്സേഷൻ ആവും. എന്നിട്ട് പതുക്കെ ഞാൻ ഫോൺ എടുത്തിട്ട് നമ്പർ എടുത്തിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നോക്കും. ഈ നമ്പർ തന്നെയാണോ അവരുടെ ഇപ്പോഴത്തെ നമ്പർ എന്ന് നോക്കും. ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പോയി കാണാൻ ശ്രമിക്കും. ഇതൊന്നും ഗൂഗിൾ സെർച്ച് ഞാൻ അതൊന്നും ചെയ്യത്തൊന്നുമില്ല. ഗൂഗിൾ സെർച്ച് ചെയ്യണമെങ്കിൽ തന്നെ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റം കഴിഞ്ഞ 10 years വന്നു എന്ന് ഞാൻ അടിച്ചു നോക്കും. അപ്പോൾ ഗൂഗിൾ എഴുതി കാണിക്കുമല്ലോ. അപ്പോൾ ഇത് ഞാൻ വായിച്ച് മനസ്സിലാക്കും, അല്ലാതെ എന്ത് ചെയ്യാനോ. അയ്യോ. ഹാവ് യു എവർ ബീൻ ഇൻ എ സിറ്റുവേഷൻ വെയർ യു വർ ടെറിബിളി എംബാരസ്ഡ്? ഞാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ തൂക്കുമ്പോഴുണ്ടല്ലോ ഞാൻ മാനസികമായി തളർന്നു പോകാറുണ്ട്. ബിക്കോസ് ഞാൻ വലുതായിട്ട് കള്ളം പറയുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അയാൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ മാക്സിമം അത് കള്ളത്തരം ആക്കാതിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവസാനം ഞാൻ തന്നെ സമ്മതിച്ചു കൊടുക്കും. ആ സമ്മതിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആണ്. കാരണം ഞാൻ ഇത്രയും നേരം കള്ളം പറഞ്ഞു, അയ്യോ അയാളുടെ മുമ്പിൽ അങ്ങ് ചമ്മി. ആ ഒരു ഫീലിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അങ്ങനെ എംബാരസ്ഡ് ആയിട്ടുണ്ട്. ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നവൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെ എംബാരസ്ഡ് ആയിട്ടുണ്ട്. വേറെ എൻ്റെ 1-2 കൂട്ടുകാരുടെ മുമ്പ് ഞാൻ എംബാരസ്ഡ് ആയിട്ടുണ്ട്. യുവർ 10th percentage? 59%. ശരി, മൊത്തം ബാച്ചിലെ ലോവസ്റ്റ് ആവുന്നത് ഒരിക്കലും തെറ്റല്ലല്ലോ. ശരി, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കുറച്ച് ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെറുതെ ഞാൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് ഒരു കോൺട്രവേഴ്സി ആയി മാറും. എന്തിനാ നമ്മൾ വെറുതെ ആൾക്കാരെ പറ്റി സംസാരിച്ച് ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കണ്ടല്ലോ. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിരിച്ച് കളിച്ചൊരു പോസിറ്റീവ് കണ്ടന്റ് ആയിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിക്കാം. സോ എൻ്റെ ഈ ഒരു കുട്ടി Q&A 2023 ഒരു സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അഖിൽ ഒരു ഹായ് പറയുന്നു. ഹലോ. അത് അങ്ങനെയല്ല, വീഡിയോക്കകത്ത് വന്നൊരു ഹായ് പറയുന്നത്. ഇങ്ങോട്ട് വന്നോ. ഹലോ. ഹലോ. എന്താ പറയാനുള്ള എന്റെ Q&A സെക്ഷൻ? വളരെ നന്നായിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ഏതാണ് ഇതിനകത്ത്? ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വ്ളോഗില് കുറെ വ്ളോഗ് വന്നല്ലോ യൂട്യൂബിൽ, അതിനെ പറ്റിയുള്ള ചോദ്യം. ഓക്കെ. താ എന്തെങ്കിലും വീഡിയോ കണ്ടായിരുന്നോ? ഓക്കെ. അല്ല അതല്ലാതെ ഡിഡ് യു സീ എനി?
ഞാനത് നോക്കാറില്ല. ഈ കെട്ടുകഥ ഒക്കെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടായിരുന്നു എന്റെ എന്തെങ്കിലും ഫ്രഷ് കഥകൾ വല്ലതും? ചോദിക്കാറുണ്ടല്ലോ യൂട്യൂബിൽ. തനിക്ക് ഈ ചില കഥകൾ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്ത കാര്യമാണെന്ന് യു വിൽ നോ, ബിക്കോസ് തനിക്ക് അറിയാമല്ലോ. അപ്പൊ തനിക്കത് കേൾക്കുമ്പോൾ തനിക്ക് എന്താ തന്റെ റിയാക്ഷൻ എന്താണ് ഇല്ലാത്തൊരു കഥ കേൾക്കുമ്പോൾ? നിനക്ക് എന്ത് തോന്നുന്നു അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം നമുക്ക് രണ്ടുപേർക്കും അറിയാലോ എന്താണ് ട്രൂത്ത് എന്ന്. ഇറ്റ്സ് ജസ്റ്റ് ഫണ്ണി, റൈറ്റ്? യാ, ഓക്കെ, കൂൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യാൻ പറയണോ? ലൈക്ക്. ഓക്കെ, സോ ബൈ. ബൈ ബൈ.